ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും ഈസ്റ്റർ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പുരാതന ഋഷിമാരുടെ പ്രാർത്ഥനയായിരുന്നു അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്കും ഞങ്ങളെ നയിക്കണമേ എന്ന്. യേശു ക്രിസ്തുവിൽ ഈ പ്രാർത്ഥന അർത്ഥവത്തായി എന്നുള്ളതാണ്. മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഉയർപ്പിൻ്റെ ചരിത്രമാണ് എന്നുള്ളതാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്ന ദൈവമാണ് എന്നുള്ളതാണ്. ആ മഹത്തായ സത്യമാണ് ഈസ്റ്റർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളത്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് നന്മ ചെയ്ത് സഞ്ചരിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, സകലവും നന്നായി ചെയ്തു എന്നുള്ളതാണ്. നന്മ ചെയ്ത് സഞ്ചരിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, സകലവും നന്നായി ചെയ്തു എന്നുള്ളതാണ്. യേശുവിൻ്റെ ശുശ്രൂഷ തുടരുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യവും സഭയുടെ നിയോഗവും എന്നുള്ളത്. യേശു കർത്താവ് ശിഷ്യന്മാർക്ക് നിയോഗം നൽകുകയാണ്. എന്തിനു വേണ്ടിയാണ് നിയോഗം നൽകുന്നത്? നന്മ ചെയ്ത് സഞ്ചരിക്കുക എന്നുള്ളതാണ്. സദ്വാർത്ത പ്രഘോഷിക്കുക എന്നുള്ളതാണ്. നന്മ ചെയ്ത് സഞ്ചരിക്കുക എന്നുള്ളതാണ്. സദ്വാർത്ത പ്രഘോഷിക്കുക എന്നുള്ളതാണ്. മദർ തെരേസയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് സമൂഹത്തിൽ വേദനിക്കുന്നവരെയും മുറിവേറ്റവരെയും കഷ്ടം അനുഭവിക്കുന്നവരെയെല്ലാം ശുശ്രൂഷിക്കുന്ന മഹത്തായ ദൗത്യമായിരുന്നു മദർ തെരേസ നിർവഹിച്ചത്. ഫാദർ ഡാമിയൻ എന്ന കുഷ്ഠരോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തതായ വ്യക്തിയായിരുന്നു. സഭയുടെ ദൗത്യമെന്ന് പറയുന്നത് മുറിവേറ്റവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്, സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകുക എന്നുള്ളതാണ്. ഇത് സഭയുടെ ദൗത്യമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ തുടരുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ദൗത്യം, നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ് എന്നുള്ളത്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഉയർപ്പ് ചരിത്ര സംഭവമാകുന്നു എന്നുള്ളതാണ്. ഉയർപ്പെന്ന് പറയുന്നത് ചരിത്ര സംഭവമാകുന്നു എന്നുള്ളതാണ്. തിന്മയുടെ ശക്തികൾ ശാശ്വതമായി നിലനിൽക്കുകയില്ല. ആത്യന്തികമായി നന്മ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ളതായ മഹത്തായ സത്യത്തെ ഓർമ്മിക്കുന്നതായ ദിനമാകുന്നു ഈസ്റ്റർ എന്ന് പറയുന്നത്. തിന്മയുടെ ശക്തികൾ ശാശ്വതമായി നിലനിൽക്കുകയില്ല. ആത്യന്തികമായി നന്മ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ളതായ മഹത്തായ സത്യത്തെ പ്രഘോഷിക്കുന്ന ദിനമാകുന്നു ഈസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഈസ്റ്റർ ദിനത്തിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അത് എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതായ മഹത്തായ സത്യത്തെ ഓർക്കുവാൻ, ധ്യാനിക്കുവാൻ, ആ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ദിനമായി തീരട്ടെ. ഈസ്റ്റർ എന്ന് പറയുന്നത് ഈ കർത്താവ് വീണ്ടും വരും എന്നുള്ളതായ പ്രത്യാശ നൽകിക്കൊണ്ടുള്ളതാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെങ്കിൽ ഇനിയും വീണ്ടും വരും എന്നുള്ളത് വലിയ പ്രത്യാശയുടെ അനുഭവമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നമുക്ക് ജീവിക്കാം. സഭയുടെ ആ മഹത്തായ ദൗത്യം നമുക്ക് തുറന്നുകൊണ്ട് പോകാം. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവ് വീണ്ടും വരുന്നതും വരെയും സഭ തുടരുന്നതായ ഒന്നാണല്ലോ. യേശു ക്രിസ്തു ജനിച്ച് മരിച്ചും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണെന്നുള്ളതായ മഹത്തായ സത്യത്തെ ഓർക്കുന്നതായ ഓരോ കുർബാനയും അതാകുന്നുവല്ലോ. യേശു ക്രിസ്തു വീണ്ടും വരും എന്നുള്ളതായ ഉറപ്പാകുന്നുവല്ലോ എന്നുള്ളത്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.